എല്ലാവരും ഇരിക്കാം. അപ്പോൾ ആ സങ്കീർത്തനം ഒന്ന് പാടി അവസാനിപ്പിക്കാം. അതിൻ്റെ ഭാഗം ഒന്ന് പാടി ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ പാടിയത് കേട്ടോളൂ. ഇത് ഇപ്പം പാടി അവസാനിപ്പിച്ചത് കർത്താവിൻ്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. പുതുജീവൻ. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണവ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണതു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ഈ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വലിയ അർത്ഥമാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. ഒരു വിശ്വാസിക്ക് രണ്ട് കണ്ണുണ്ട്. ഒന്ന് ലോകത്തെ നോക്കുന്ന കണ്ണ്, മറ്റൊന്ന് ദൈവത്തെ നോക്കുന്ന കണ്ണ്. എവിടെയാ വചനം? എഫേസോസ് 1:17 വായിച്ച. എഫേസോസ് 1:17. എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എല്ലാവരും കരം ഉയർത്തി, ശബ്ദമുയർത്തി ബാക്കി ഭാഗമായിട്ട് പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അടുത്തത് ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാൻ വേണ്ടിയാണ് ബാക്കി ഇത്രയും വായിച്ചത്. നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ പ്രകാശിക്കട്ടെ. അപ്പം നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കണം. അതാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് 19-ാം സങ്കീർത്തനത്തിൽ പാടിയത്. ഒന്നുകൂടി പാടിയപ്പോൾ അത് കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാനവ, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കണ്ടിന്യൂ, ബാക്കി പഠിക്കണം. ദൈവഭക്തി നിർമ്മലമാനവ, എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണവ, തികച്ചും നീതി പൂർണ്ണമാണവ. പൊന്നിനെയും തങ്കത്തെയും കാളഭി കാമ്യമാണവ, തേനിനെയും തെൻകട്ടയേക്കാൾ മധുരമാണവ. തന്നെയാണി ദാസനെ പ്രബോധിപ്പിക്കുന്നത്. ഇതേത് വിധിയാണ്? ഇപ്പം നീ പാപം ചെയ്യുകയാണെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞ് ശിക്ഷിക്കുമെന്ന വിധി തേനിനെയും തേങ്കട്ടയേക്കാളും മധുരമാണോ അത്? മനസ്സിലായോ? കർത്താവിൻ്റെ വിധിയും നീതിയും ഹൃദയത്തിന് ഭയങ്കര സന്തോഷം പകരുന്നതാണ്. അതാണ് കർത്താവ് ഈശോ മിശിഹ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് സുസമാചാർ, സന്തോഷത്തിൻ്റെ ഒരു സന്ദേശം. മറിച്ച് പഴയ നിയമത്തിൽ ഫരിസേയരും നിയമജ്ഞരും ഓരോരുത്തരെയും കണ്ടുപിടിച്ച് തെറ്റു ചെയ്യുന്നവനെ ശിക്ഷിക്കണം എന്ന ഒരു നീതി.
ദൈവം ഇന്നലെ അച്ഛൻ ഇന്നലത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്ത് അത് തന്നെയല്ലേ തുടങ്ങിയത്. എന്താ തുടങ്ങിയത്? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അല്ല, മറിച്ച് ലോകം അവൻ മൂലം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏറ്റവും നമ്മൾ എന്തിനാ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ? ആൾക്കാരെ ശിക്ഷിച്ച് നേരെയാക്കാനാണോ? അല്ല, അവർ ദൈവത്തെ അറിയാനും ഈ സന്തോഷത്തിൻ്റെ ഈ സുസമാചാർ, ഈ ഗുഡ് ന്യൂസ്, ഈ ശുഭസന്ദേശം, ഈ സുവിശേഷം അവരറിയുമ്പോഴാണ് അവർക്ക് ആ യേശുവിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഒന്നുകൂടി പാടാം, ആ വചനം ഒന്നുകൂടി പാടാം. ദൈവഭക്തി നിർമ്മലമാണത്, എന്നേക്കും നിലനിൽക്കുന്നു. കണ്ടോ, എന്നേക്കും എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ മാത്രമുള്ളതല്ല ഈ ദൈവഭക്തി. ദൈവഭക്തി എന്തിനുള്ളതാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതത്തിലേക്ക്. അതാണ് കൊച്ചുറേസി എല്ലാം കുഞ്ഞായിരുന്നപ്പോഴേ അമ്മയോട് പറഞ്ഞു, മമ്മി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മമ്മി അങ്ങ് വേഗം മരിച്ചൂടെ? നമ്മൾ ആരെങ്കിലും അമ്മയോട് അങ്ങനെ പറയുമോ? നമ്മൾ പറയൂല. കാരണം നമ്മൾ വിചാരിക്കുന്നത് മരിക്കരുത്. ഇപ്പോൾ ഈ വലിയ ആശുപത്രികളും വെന്റിലേറ്ററും എല്ലാം എന്തിനാ? ഒരാവശ്യമില്ല വാസ്തവത്തിൽ. തെറ്റല്ലേ ഈ വെന്റിലേറ്റർ വെക്കണത്? മരിക്കാൻ പോണ ആൾ മരിച്ച് സ്വർഗത്തിൽ പോണതിന് പോലെ അയാൾ ഇവിടെ പിടിച്ചു നിർത്തണം. എത്ര ദിവസം പിടിച്ചു നിർത്തും? പറയും. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഒരു അധികം ആശുപത്രിയും ഒരുപാട് മരണത്തെ വൈകിക്കണ പരിപാടി എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹം വേഗം മരിച്ച് സ്വർഗത്തിൽ പോകണമെന്നാണ്. കാരണം അവിടെ ചെന്നാൽ ഒരുപാട് ജോലിയുണ്ടത്. നിങ്ങൾ എന്തീ പറയണേ? കൊച്ചു റേസ്യ ജോലി ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മുടെ വിളി ഇവിടെ ജീവിക്കാൻ വേണ്ടി അല്ല. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ അല്ല. നമ്മൾ എവിടുത്തെ സിറ്റിസണാണ്? എന്താണ് ആ പാട്ട്? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. പക്ഷെ എന്നിരുന്നാലും കർത്താവ് പറയാണ്, തോമസ് പോളെ ഇവിടെ നീ കുറച്ചാളുകൂടി നിൽക്ക്. നീ ഇവിടെ നിന്നാലും എൻ്റെ കൂടെ തന്നെയാണ്. എന്നാൽ ശരി, ഇവിടെ നിൽക്കാം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. എൻ്റെ ആഗ്രഹം മരിച്ച് വേഗം അങ്ങോട്ട് പോകണമെന്നാണ്. പക്ഷേ കർത്താവ് പറയാണ് ഇവിടെ നിൽക്കാൻ. എന്നെ സംബന്ധിച്ച് മരണം നേട്ടമാണ്, ജീവിതം ക്രിസ്തുവാണ്. അവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം തന്നെയാണെങ്കിൽ നമുക്ക് മരിക്കാൻ ഒരു ഭയമില്ല. മരിക്കാൻ ഭയമില്ലാത്ത അവസ്ഥയാണ് വിശ്വാസിയുടെ ജീവിതം. അവൻ മരണശേഷം വലിയ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഈ ജീവിതത്തിൽ ആയിരിക്കുന്നിടത്തോളം സമയം ഇപ്പം എനിക്ക് ഇവിടെ എമ്മാവൂസിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റണം. എന്നാൽ മരിച്ചു കഴിഞ്ഞാലോ എനിക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. ചൈനയിൽ നിന്ന് പ്രഘോഷിക്കാം, റഷ്യയിൽ നിന്ന് പ്രഘോഷിക്കാം, പാകിസ്ഥാനിൽ നിന്ന് പ്രഘോഷിക്കാം, ഇന്ത്യയിലും എല്ലായിടത്തും എനിക്ക് പ്രഘോഷിക്കാൻ പറ്റും. ഒരു 10,000 സ്ഥലത്ത് നിന്ന് കൂടുതൽ എനിക്ക് ഒരേ സമയം പ്രഘോഷിക്കാൻ പറ്റും. എന്ത് പറയണം? നമുക്കെല്ലാവർക്കും അങ്ങ് മരിച്ചാലോ? എല്ലാവർക്കും അങ്ങ് മരിക്കാം. അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കണേ. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് ഇഷ്ടമുള്ളവർക്ക് മരിച്ചാൽ മതി. ആരെങ്കിലും മരിച്ചെന്ന് പറയുമ്പോൾ കറുത്ത വസ്ത്രവും ധരിച്ച് കറുത്ത മരണക്കുറി അടിച്ച് കറുത്ത അക്ഷരം കൊണ്ട് എഴുതണത്, എൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് കർത്താവിൽ നിദ്ര ഭാവിച്ച വിവരം വ്യസന സമേതം അറിയിക്കണം. എനിക്കറിഞ്ഞൂടെ എന്തിനാ നമ്മൾ വ്യസനിക്കണേന്ന്. ഒരു വിശ്വാസി മരിക്കോ ഇല്ലയോ? അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും മരിക്കോ ഇല്ലയോ? മരിച്ചാൽ അയാൾ എവിടെ പോവും? അയാൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവും. അതിൽ വ്യസനിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഈ കടലാസൊക്കെ ഇനി മാറും. സാവധാനം ഇത്തരത്തിലുള്ള മരണക്കുറി അടിക്കൽ മാറും. ഒരു വിശ്വാസി മരണക്കുറി അടിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ചിഹ്നമാണ് അവിടെ വേണ്ടത്.
മഹത്വത്തിൻ്റെ ചിഹ്നം. അവൻ്റെ ജീവിതം ദൈവമഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ നമുക്കിതിൻ്റെയൊക്കെ ഭാഷ മാറ്റണം. എൻ്റെ വാത്സല്യ പിതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന വിവരം ഞാൻ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു എന്ന് പറയണു. അതായത് എൻ്റെ അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത് നമുക്കങ്ങനെ ഒരു ചാൻസ് ഇല്ല എഴുതാനായിട്ട്. ഒന്ന് പരിശ്രമിച്ച് നോക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ. നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മരിച്ച കാര്യം ദുഃഖസമേതം അറിയിക്കുന്നതിന് പകരം എൻ്റെ അപ്പൻ അമ്മ അല്ലെങ്കിൽ മകൾ മരിച്ചു, നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന കാര്യം സന്തോഷസമേതം അറിയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കുടുംബസമേതം വന്ന് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവിൻ. നമുക്ക് ഒരു സെൻഡ് ഓഫ് കൊടുക്കാം, നമുക്കൊരു യാത്ര കൊടുക്കാം. എന്നിട്ട് ആ യാത്രയിൽ പാടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, ശരിക്കും അങ്ങനെയല്ലേ പാടുന്നത് നമ്മൾ? അപ്പോൾ നമുക്ക് ഈ അനശ്വരതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിലേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലഹരി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇതെല്ലാം വാവിട്ട് കരയേണ്ട കാര്യമല്ല. നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി അല്ല ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായി കഴിഞ്ഞാലേ സുവിശേഷം തന്നെ പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ദൈവഭക്തി നിർമ്മലമാണത്, എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണവ, തികച്ചും നീതിപൂർണമാണവ. പൊന്നിനെയും തങ്കത്തെയും കാളഭികാമ്യമാണവ, തേനിനെയും തേൻകട്ടയെയും കാൾ മധുരമാണവ. തന്നെയാണി ദാസനെ പ്രബോധിപ്പിക്കുന്നത്. ഈ രീതിയിൽ കർത്താവിൻ്റെ വിധിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടോ? വിധി എന്ന വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ കോടതിയിൽ ആരോ തൂക്കിക്കൊല്ലാൻ വിധിച്ച മാതിരിയാ വിധി. കർത്താവിൻ്റെ വിധി പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ശ്രേഷ്ഠമാണ്, തേനിനേക്കാൾ തേങ്കട്ടയേക്കാളും. എന്താ കർത്താവിൻ്റെ വിധി? കർത്താവിൻ്റെ വിധിയെക്കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് കുറച്ചാൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞുപോയി, നിങ്ങൾ വിധിയെക്കുറിച്ച് ഭയപ്പെടുകയല്ല വേണ്ടത്, വിധിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. എന്താ വിധിക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ? വിധിക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയുടെ അവസാനം വിധിയെക്കുറിച്ചാണ് എല്ലാ ദിവസവും പാടുന്നത്. എന്താ പാടുന്നത്? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നമ്മൾ കരുളട്ടെ. വിധിയല്ലേ ഇത്? നമ്മളെക്കുറിച്ചാണോ ഇത്? നമ്മളെക്കുറിച്ച് വാസ്തവമാണോ അല്ലയോ? ഒന്ന് പാടി എല്ലാവരും. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നമ്മൾ കരുളട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. ഇപ്പോ എവിടെ പിന്നെ വിധി പറയും? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല. ഇല്ല. റോമർ 8:1 വായിച്ചേ. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തുകൊണ്ടാ? അടുത്തത്
എന്തുകൊണ്ടാണ്? എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയിലേക്ക് പുതുജീവൻ നൽകുന്ന ആത്മാവ്. പാപം മൂലം ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു. എന്താണ് അവൻ്റെ പാപം? അതാണ് കൽപ്പനകളിലൂടെ നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനാണ് കൽപ്പന തന്നിരിക്കുന്നത്? പാപം എന്തെന്ന് മനസ്സിലാക്കാനാണ്. എന്നാൽ ആ വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ സ്വതന്ത്രമാക്കുന്നു. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്താണ് എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ രക്തം തന്നിക്കൊണ്ട് എന്താ പറയുന്നത്? ഇത് നിങ്ങളുടെ പാപമോചനത്തിനായുള്ള നവീനവും സനാതനവുമായ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ പാനം ചെയ്യുവിൻ. അപ്പോൾ ആ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ പിന്നെ പാപമുണ്ടോ? ഇല്ല. പിന്നെ അവന് വിധിയുണ്ടോ? ഇല്ല. എന്താണ് അവിടെ? നമ്മളെപ്പോഴും പേടിക്കുന്നു, അയ്യോ അയോഗ്യതയോടെ അവൻ ഭക്ഷിച്ചാലോ. അയോഗ്യത എന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മയാണ്. അതായത് ഒരു അക്രൈസ്തവനോ മാമോദീസ സ്വീകരിക്കാത്തവനോ ഇത് ക്രിസ്തുവിൻ്റെ ശരിക്കും ശരീരവും രക്തമാണെന്നുമുള്ള വിവേചനം ഇല്ലാതെ അത് ഭക്ഷിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, രക്തമാണ്, ഇത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ പാപിക്ക് സ്വീകരിക്കാമോ? പാപിക്കാണിത് സ്വീകരിക്കേണ്ടത്. പാപിയാണിത് സ്വീകരിക്കേണ്ടത്. ഇത് പാപിക്കുള്ള ഔഷധമാണിത്. പാപിയെ പാപമോചനം നൽകുന്നതാണിത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് അയോഗ്യതയോടെ എന്ന് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് വിവേചിച്ചറിയാതെ സ്വീകരിക്കുന്നവർ ആണ്. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്തിനു തന്നിരിക്കുന്നതാണ്? നമ്മുടെ പാപമോചനത്തിനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന നോക്കിയേ. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ വിശ്വാസപൂർവ്വം നമ്മൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്ത് നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും. കണ്ടോ എന്തെല്ലാമാണ് ഈ പറയണേ? എത്ര വിശേഷിപ്പുകൾ വേണോ? എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല. ഒന്ന് കൈവച്ച് കാണിച്ചേ, പുറകല്ലേ. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി പറയും. ഇത് കഴിയുമ്പോൾ വൈദികൻ പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതി ആരാധനയും കൃതി സമർപ്പിക്കുന്നു. എല്ലാ നാഴികയിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവും ആകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ കർമ്മികൻ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി എല്ലാവരും ഏറ്റു പറഞ്ഞ് നീ ഞങ്ങളുടെ
നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. പീരീഡ് കഴിഞ്ഞു. ഈ കുർബാന പുസ്തകം ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരുന്നൊന്നും വായിക്കണം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല കാര്യത്തിൻ്റെ കിടപ്പ്. കർത്താവ് പറയാണ്, ഈ വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളുടെ കടങ്ങളും പുറത്ത് നിങ്ങളുടെ കടപ്പത്രം തിരിച്ചു തന്നിരിക്കണം. നിങ്ങളുടെ കടപ്പത്രം തിരിച്ചു തന്നിരിക്കണം. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. നമ്മളിപ്പോഴും കടക്കാരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇല്ല നിങ്ങളുടെ കടമൊന്നും ഇല്ലെന്നേ. കടമില്ലെന്നോ? എനിക്ക് ഇത്ര ലക്ഷം കടമുണ്ടെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. ഇല്ല, അതൊക്കെ എഴുതി തള്ളി. അതൊരു നല്ല വാർത്തയാണല്ലോ. അതാണ് ഈ നല്ല വാർത്ത, സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾ കടക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴിരിക്കുകയാണ് ഇങ്ങനെ. കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് നിങ്ങളാകുന്ന കർത്താവ് ഈശോ മിശിഹായുടെ സഹോദരങ്ങളുടെ കടവും ബാധ്യതകളും പൊറുതിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റണില്ല. ശരിക്കും നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണോ? അപ്പോൾ പിന്നെ നരകത്തിൽ പോണ ആരാ? എന്താ പറയണേ? നരകത്തിൽ ആരെങ്കിലും പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്ക് ആഗ്രഹമില്ല. നമുക്ക് കുറച്ച് പേരെങ്കിലും നരകത്തിൽ നിന്ന് പോയില്ലെങ്കിൽ ഒരു ശരിയാവില്ല എന്നുള്ള മട്ടിലാണ്. ഇപ്പം ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ, ബ്രദറെ ഇങ്ങനെ പറയാ ആരും നരകത്തിൽ പോവില്ലെന്നാണല്ലോ അപ്പോൾ ബ്രദർ പറയണേ. പറയും കർത്താവ് എന്താ കർത്താവ് പറയണേ? 1 തിമോത്തി 2, 3, 4 ഓർക്കാൻ എളുപ്പമാണ് ഇല്ലേ? 1, 2, 3, 4 1 തിമോത്തി 2-ാം അധ്യായം 3, 4 വചനം. ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ആഗ്രഹിച്ചത് നടത്താൻ വേണ്ടി അവിടുന്ന് എന്ത് ചെയ്തു? എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരേ ഒരുവനുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനമൂല്യമായി നൽകി. ഇത് വിശ്വസിക്കുന്നുവോ? നമ്മൾ ഇന്നലെ പറഞ്ഞോ ഇല്ലയോ? ആ ശിമയോൻ കുഞ്ഞിനെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഓ, എൻ്റെ കണ്ണുകൾ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷ കണ്ടു കഴിഞ്ഞു. ലോകം മുഴുവൻ്റെയും രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് കുഞ്ഞ് പിറന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ആൾ സന്തോഷത്തിലായി. ഇനി എനിക്ക് മരിക്കാം, സന്തോഷത്തോടെ മരിക്കാം, കാരണം വന്നു കഴിഞ്ഞു. ഇവൻ ഇനി രക്ഷിച്ചിട്ടേ പോവുള്ളൂ. ഒന്നാലോചിച്ച് നോക്കി ആ വിശ്വാസം. എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. ദ സൽവേഷൻ ഹി മെയ്ഡ് ഫോർ ഓൾ നേഷൻ. ലോകം മുഴുവന് വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന് മഹിമയുമാണ്. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് നമ്മുടെ വിശ്വാസം? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥിതി കർത്താവ് ഈശോ മിശിഹായിലൂടെ സംസ്ഥാപിതമായി. പക്ഷെ ഇത് മനുഷ്യരറിയുന്നില്ല. അതാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യം. മനുഷ്യരറിയണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആത്മീയമായ ചലനമുണ്ടാകണം. അത് വചനപ്രഘോഷണത്തിലൂടെ മാത്രമല്ല. വചനം പ്രഘോഷിക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥനയിലൂടെ ഇത് മനുഷ്യരിലേക്ക് എത്തും. പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഈ 4 പേർ ചുമന്ന് കൊണ്ടുവന്ന് ഈശോൻ്റെ അടുത്ത് കൊണ്ടുവന്ന പോലെ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ പല ആളുകളെ ഈശോയിലേക്ക് ഉയർത്തുന്നു. കർത്താവേ, ഇയാൾക്ക് അറിയില്ല, കർത്താവേ, ഇയാൾക്ക് കർത്താവിനെക്കുറിച്ചും അറിയില്ല, കർത്താവ് പാപം ഏറ്റെടുത്തെന്നൊന്നും അറിയില്ല, ഇയാളോട് കരുണയായിരിക്കണേ. ഞങ്ങൾ വിശ്വസിക്കുന്നു അയാൾ രക്ഷിക്കപ്പെടും നമ്മുടെ വിശ്വാസത്തിലൂടെ. ഓക്കെ.
അപ്പോൾ ഒന്നുകൂടി പാടാം. ഇത് പാടാൻ പറയുന്നത് വിധിയെക്കുറിച്ച് കഴിയും. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതാണ്, വിധിയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയാണ്, നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടല്ല വേണ്ടത്. നമ്മൾ ഒറ്റയ്ക്കല്ല വിധി സ്ഥലത്ത് ചെല്ലണത്. നമ്മുടെ കൂടെ 2 അഡ്വക്കേറ്റുമാരുണ്ടാവും. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് നമുക്ക് അനുകൂലമായിട്ടല്ലേ വാദിക്കുക, അല്ലേ? ആരാണ് ഈ 2 അഡ്വക്കേറ്റ്? കർത്താവ് ഈശോ മിശിഹായും പരിശുദ്ധാത്മാവും. അതാ ഈശോ പറഞ്ഞത്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു അഡ്വക്കേറ്റിനെ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹായിക്കും. ഈ 2 അഡ്വക്കേറ്റും വന്നിട്ട് നമുക്ക് അനുകൂലമായിട്ട് വാദിക്കുക മാത്രമല്ല, എന്താ വാദിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിക്കുക. ഇപ്പം ഞാൻ എന്നെക്കുറിച്ചുള്ള വിധി നടക്കാൻ പോവുകയാണ്. എൻ്റെ പേര് വിളിച്ചു, കൊടിയൻ തോമസ് പോൾ. യെസ്, വന്നു, റെഡി. ഉടനെ 2 അഡ്വക്കേറ്റുമാരും എൻ്റെ അടുത്ത് ഓടിയെത്തുകയാണ്. ആരെല്ലാം? കർത്താവ് ഈശോ മിശിഹ അഡ്വക്കേറ്റ് നമ്പർ 1, പരിശുദ്ധാത്മാവ് അഡ്വക്കേറ്റ് നമ്പർ 2. അഡ്വക്കേറ്റ് നമ്പർ 1 പറയുകയാണ്, മൈ ലോർഡ്, ഐ ആം അഡ്വക്കേറ്റ് നമ്പർ 1, ജീസസ് ക്രൈസ്റ്റ്. ഈ തോമസ് പോളിന് വേണ്ടി, ഈ തോമസ് പോൾ ജീവിതകാലത്ത് ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം കുരിശിൽ പരിഹാരം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവൻ്റെ മേലിലുള്ള സകല കുറ്റവും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ലിസ്റ്റിലില്ലേ ഇല്ല, അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അത് ഇവൻ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവനെ വിശുദ്ധിയുടെ പവിത്ര വസ്ത്രമാ ധരിച്ച്, നീതിയുടെ വസ്ത്രം ധരിച്ച് ഇവനെ അങ്ങയുടെ രാജസന്നിധിയിലേക്ക്, ഇവന് വേണ്ടി യുഗങ്ങളുടെ ആരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന ആ ദേശം കിട്ടാൻ ഇവനെ പ്രവേശിപ്പിച്ചാലും. പ്രൈസ് ദ ലോർഡ്. മാലാഖമാരെല്ലാവരും കൂടി വാദ്യഘോഷം മുഴക്കി. അഡ്വക്കേറ്റ് നമ്പർ 2 പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയാണ്, ഈ തോമസ് പോള് ജീവിതകാലത്ത് വളരെയധികം നന്മകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അനേകം ആത്മാക്കളെ ഇവൻ സ്വർഗത്തിന് വേണ്ടി നേടിയിട്ടുള്ളത് കൊണ്ട് ഇവനെ ഒരു ഗോൾഡ് മെഡലും ഒരു കിരീടവും ധരിപ്പിച്ച് ഇവനെ അങ്ങ് സ്വീകരിച്ചാലും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെന്ത് പറയണു? ഇതിന് അർഹനാണോ തോമസ് പോള്? അർഹനാണോ? കൈയടിച്ചതേ മാലാഖമാർ മുഴുവനും കൈയടിച്ചുകൊണ്ട് ഗാനമാലപിക്കുന്നു. രാജകുമാരി സ്വർണ്ണക്കച്ച ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു, സ്വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. രാജകുമാരി മണവാട്ടിയാണ്. ഏത് മണവാട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ മണവാട്ടിയായ സഭ രാജകുമാരിയായി വന്നിരിക്കുന്നു. രാജകുമാരി എന്തുകൊണ്ടാണ്? ഭർത്താവ് രാജാവായിരിക്കണമുണ്ട്. രാജാവിൻ്റെ ഭാര്യ ഇപ്പം ആരാ? രാജാവിൻ്റെ മണവാട്ടി ആരാ? രാജകുമാരി. സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. എന്താണ് ഈ സ്വർണ്ണക്കശ ഉടയാട എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. മഹത്വീകരിക്കപ്പെട്ട ശരീരം. നമ്മളെ പാപം നിറഞ്ഞ ഈ ശരീരം ഇപ്പോൾ അടക്കി. ഈ മർത്യ ശരീരം അന്ത്യദിനത്തിൽ മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഈ മർത്യ ശരീരം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനോട് ചേരുന്നു. അപ്പോൾ മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ മരണം എന്നത് അവൻ്റെ ആത്മാവും ശരീരവുമായിട്ടുള്ള വേർപാട് മാത്രമാണ്. അവൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് പോവുകയും അവൻ്റെ ശരീരം ഭൂമിയിലേക്ക് പോവുകയും ചെയ്യുന്നു. എങ്കിലും അവൻ്റെ ആത്മാവ് ഈ ശരീരത്തിന് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്.
അവസാനം അന്ത്യവിധി സമയത്ത് ഈ ചീഞ്ഞളിഞ്ഞു പോയ ഈ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമായി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ അവിടെ ദൈവത്തെ പോലെ തന്നെയായി മാറും. ദൈവത്തെ പോലെ. അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ശരീരം, അതാണ് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. ആ സ്വർണ്ണക്കശ ഉടയാട എന്ന് പറയണത് ഉയർത്തെഴുന്നേറ്റ ശരീരം അണിഞ്ഞുകൊണ്ട് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. എന്താ തോന്നണേ? ഇപ്പോൾ വേഗം പോകണം തോന്നണുണ്ടോ? വേഗം ലോകം അവസാനിക്കണമെന്ന് തോന്നുന്നുണ്ടില്ലേ? തോന്നണം. പക്ഷെ തോന്നണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാൽ പോരാ. എങ്ങനെയാണ് വേഗം ലോകം അവസാനിക്കണേ? ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എന്തുണ്ടാകണം? മത്തായി 24:14. മത്തായി 24:14 എന്താ പറയണത്? ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം, അതായത് ഈ സ്നേഹത്തിൻ്റെ ഈ നിയമം, ഈ കരുണയുടെ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. സാക്ഷികളുണ്ടാകണം. എല്ലാവരും അതിന് സാക്ഷികളായിട്ട് മാറുമ്പോൾ ലോകം അവസാനിക്കും. അതിനുശേഷം അന്ത്യമാഗതമാകും. എന്നെല്ലാവരും വായിച്ചത്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. അപ്പോൾ യുഗാന്ത്യം ഉണ്ടാകുന്നതിന് ഒരേ ഒരു കാര്യം ആവശ്യമുള്ളൂ. എല്ലാ ജനതകളും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, 10 കൽപ്പനകളും അത് ലംഘിച്ചാലുള്ള ശിക്ഷാവിധി അല്ല സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തു വന്നത് സകലരെയും രക്ഷിക്കാനാണെന്നും അത് യേശുക്രിസ്തു നടത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ആ വാർത്ത എല്ലാവരും അറിയുകയും ആ അറിവ് കൊണ്ട് അവരെല്ലാവരും യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കുകയും അവരെല്ലാവരും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി മാറുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും രൂപാന്തരപ്പെടും. പത്തൊമ്പതാം സങ്കീർത്തനത്തിന് ഇത്രയൊക്കെ അർത്ഥമുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ച ഒന്ന് പാടിയ 19-ാം സങ്കീർത്തനത്തിൽ അവിടുത്തെ വിധികൾ, 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം ഇപ്പോൾ പാടിയേ പുസ്തകം നോക്കാനത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാനവ, തികച്ചും നീതിപൂർണമാനവ. പൊന്നിനെയും തങ്കത്തെയും കാളഭികാമ്യമാനവ, തേനിനെയും തേൻകട്ടയെയും കാൽ മധുരമാനവ തന്നെയാണീദാസനെ പ്രബോധിപ്പിക്കുന്നത്. ഇത് പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനാർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവയെന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ.
എൻ്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. ആരാണിത്? എൻ്റെ അപശിലയും വിമോചകനും ആരാ? കർത്താവ് ഈശോ ഇല്ലേ? അപ്പോൾ ആരെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം മുഴുവൻ അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും? കണ്ടോ? ഈശോ മിശിഹായെക്കുറിച്ചല്ലേ? അവിടെ പറയുകയാണ്, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. സാരമില്ല. മാത്യൂസ് ഒന്ന് നോക്കി. ഓക്കെ, അടുത്ത് one two three